ഇന്നത്തെ ഉച്ചഭക്ഷണത്തിനുള്ള 2 തരം തോരൻ. ബീട്രൂട്ടല്ല, കാബേജ് തോരനും പയറും ചീനിയമരിക്ക ചേർന്ന 2 തരം തോരനാണ് ഉണ്ടാക്കുന്നത്. കാബേജ് തോരനും ചീനിയമരിക്ക പയർ തോരനും. ഇതിൻ്റെ കൂട്ടത്തിലൊരു പുളിശ്ശേരി, മാങ്ങ, നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് 10ഓളം നാട്ടുമാങ്ങകൾ ചേർത്ത് നമ്മൾ ഒരു പുളിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഇന്ന് ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ. പുളിശ്ശേരിക്ക് ആവശ്യമായ വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മാങ്ങ ഓരോന്നായി ഇട്ട് കൊടുക്കാം. തോരൻ 2 തരമുണ്ട്, അതിന് വെള്ളം വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് കാണാം. ഇത് ക്യാബേജ് തോരനാണ്, അതിനു വേണ്ടിയുള്ള വെള്ളമാണ്. അതിലേക്ക് നമ്മൾ ക്യാബേജ് വേവാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അത് നമ്മൾ പയർ ചീനിയമരിക്ക തോരന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ 3 എണ്ണം കൂടെ ഒരുമിച്ച് വയ്ക്കുകയാണ്. ക്യാബേജ് തോരൻ വേവാനുള്ള ആവശ്യമായ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിനി അമരിക്ക പയർ, ഒടിയൻ പയർ തോരൻ, അതിനുള്ള വേവാൻ ആവശ്യമായ വെള്ളമുണ്ട്. അതിലേക്ക് അതും ഇട്ട് കൊടുക്കാം. ഇതിലേക്കുള്ള അരപ്പുകൾ തയ്യാറാക്കി കൊണ്ടുവരണം. തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങയും ജീരകവും കൂടി ചേർത്ത് ചതച്ചെടുക്കണം. അതെല്ലാം റെഡിയാക്കി കൊണ്ടുവരാം. പുളിശ്ശേരിക്ക് അരയ്ക്കണം. അപ്പോൾ നമ്മുടെ കാബേജിന് ആവശ്യമായ ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. പകുതിയോളം വെന്തിട്ടുണ്ട്. തോരന് ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും കല്ലുപ്പാണ്. അരപ്പിനാവശ്യമായ അതിനും കൂടെ ശകലം ഇട്ട് കൊടുക്കും. അത് ജീരകവും പച്ചമുളകും ഒക്കെ ചേർത്ത് വെച്ച് ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് ഇത് ചേർത്താൽ നമ്മുടെ കാബേജ് തോരനും അമരപ്പയർ ഒടിയൻ പയർ തോരനും റെഡിയാവും. ചതച്ചെടുത്ത് നമുക്കിതിലേക്കിടാം. നമ്മുടെ പയർ തോരന് ആവശ്യമായ തേങ്ങ ചതച്ചത് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് വിടുക. ബീട്രൂട്ട് പിന്നെ മുട്ടക്കോസ് തോരന് വെള്ളത്തിലൂടെ വറ്റാനുണ്ട്, അത് നമുക്കിടാം. കാബേജ് തോരന് ഏതാണ്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പയർ തോരൻ റെഡിയായിട്ടുണ്ട്. കാബേജ് തോരൻ 1 മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ റെഡിയാകും. കാബേജ് തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പുളിശ്ശേരിക്ക് ആവശ്യമായ തേങ്ങയും ഉലുവായും ജീരകവും പച്ചമുളക്, ഇത് പൊന്തമുളക് ആണ്,
സാമ്പാർ മുളക്. ഇതിന് എരി കുറവാണ്. ഇതിന് പച്ചമുളകും കൂടി വേറെ 2 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കുക. പുളിശ്ശേരിക്ക് ചേർക്കാൻ തന്നെ അത് അരച്ച് കൊണ്ടുവന്ന് നമുക്ക് കാണിക്കാം. അങ്ങനെ പുളിശ്ശേരിക്ക് വേണ്ടുന്ന വെട്ടി തിളയ്ക്കുന്നുണ്ട്. എല്ലാം മാങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേറെ ഇനി വെള്ളം ചേർക്കേണ്ട. ഇതിൽ തന്നെ വെള്ളമുണ്ട്. ഇതൊന്ന് അതിലേക്ക് ഒഴിച്ചൊന്ന് കംപ്ലീറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പത വന്നാലുടൻ നമുക്ക് തീ കെടുത്തി മാറ്റി വയ്ക്കുക. ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്തിട്ടുണ്ട്. അടിപൊളി പഴുത്ത മാങ്ങ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. ഇതിൽ മോര് ചേർത്തതല്ല, നല്ല പുളിയൊക്കെ മധുരവും പുളിയും ചേർന്ന മാങ്ങയായതിനാൽ മോര് ചേർക്കാത്ത രീതിയിലൊന്ന് പുളിശ്ശേരി വെച്ചാണ്. നല്ല ചാറൊക്കെ ഉണ്ട്. പിള്ളേർക്ക് ചാറ് കൂടുതലാണ്. കടുവറുത്തൊക്കെ ചിലരിടും. ഈ കടുവറുക്കുന്നില്ല. എണ്ണ എന്നൊരു അംശമൊന്നും ഇല്ലാത്ത നല്ല പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നാടൻ അരിയും ചേർത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ന് സ്ഥിരം ചോറും നമ്മളെ പുളിശ്ശേരിയും 2 തരം തോരനും. ഇത് ജീരകവെള്ളം കിട്ടി. ചോറ് കഞ്ഞി വെള്ളം കിട്ടിയില്ല, വറ്റിപ്പോയി. അതിനാണ് നമുക്ക് ജീരകവെള്ളമുള്ളൂ. നമ്മൾ അതിലേക്ക് സലാഡൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്തിരി നാരങ്ങ നീര് പിഴിഞ്ഞത്, ലെമൺ ഇതിലങ്ങോട്ട് ഇതുള്ളി ഇറ്റിച്ച് പുളിശ്ശേരി ഇതിലേക്ക് ഒഴിക്കാം. ബീട്രൂട്ട് തോരനും അമരയ്ക്ക തോരനുമൊക്കെ വെച്ച് ഒരു പിടി പിടിച്ച് നോക്കാം. അടിപൊളി ചോറാണ്. ഇത് പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കുക. അടിപൊളി ചോറ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.